വിലങ്ങാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പുനരധിവാസം വൈകുന്നതിലും നഷ്ടപരിഹാരം നൽകാത്തതിലും പ്രതിഷേധിച്ച് പ്രദേശവാസികൾ വിലങ്ങാട് വില്ലേജ് ഓഫീസ് ഉപരോധിക്കുകയാണ്. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് നിഖിൽ ചേരുന്നുണ്ട്. നിഖിൽ, എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത്? വലിയ പ്രക്ഷോഭത്തിലാണോ അവർ? ഹർഷൻ, തീർച്ചയായും ഈ വിലങ്ങാട് ഉരുൾപൊട്ടൽ അത്രത്തോളം വലിയ ഒരു ഭീകരാവസ്ഥ ഈ പ്രദേശത്ത് സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ സർക്കാർ പ്രഖ്യാപിച്ച ഒരു തരത്തിലുള്ള സഹായവും ഈ ജനതയ്ക്ക് ലഭിക്കാത്ത ഒരു സാഹചര്യം വന്നു. ഇതോടുകൂടിയാണ് പ്രത്യക്ഷ പ്രതിഷേധം എന്ന രീതിയിലേക്ക് തന്നെ ഇവർക്ക് കടക്കേണ്ടി വന്നത്. ഇത്തരത്തിൽ ഈ പാക്കേജ് അനുവദിക്കുക, പ്രത്യേക പാക്കേജ് അനുവദിക്കുക, ധനസഹായം നൽകുക, വാടക ഇതുവരെയും നൽകാത്ത കുടുംബങ്ങൾക്ക് അത് നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രദേശവാസികൾ വിലങ്ങാട് വില്ലേജ് ഓഫീസിന് മുന്നിൽ ഒരു ഉപരോധം സംഘടിപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക് പോയിരിക്കുന്നത്. സർക്കാർ പലവിധ സഹായങ്ങളും പ്രഖ്യാപിച്ചെങ്കിൽ പോലും അതൊന്നും ഇവർക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. വയനാടിന് സമാനമായ ദുരന്തമാണ് വിലങ്ങാടും ഉണ്ടായത്. പക്ഷേ വിലങ്ങാടിന് ഒരു സഹായവും ലഭിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. ഈ 4 മാസം മുൻപുണ്ടായ ആ ഒരു ദുരന്തം, അതിന്റെ ബാക്കി പത്രം ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പ്രദേശത്തുള്ളവർ. അതുകൊണ്ട് തന്നെ തങ്ങളുടെ ദുരന്തങ്ങളിലേക്ക് അധികൃതർ കണ്ണു തുറക്കണം, തങ്ങൾക്ക് സഹായം വേണം എന്ന ഒരു ആവശ്യവുമായാണ് ഇപ്പോൾ ഏതായാലും ഇവിടെ ഇത്തരമൊരു ഉപരോധ സമരം നടക്കുന്നത്. ഈ ഉപരോധ സമരത്തിന്റെ ഉദ്ഘാടന പരിപാടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് തന്നെയാണ് ഇവർ നീങ്ങുന്നത്. വില്ലേജ് ഓഫീസ് വളഞ്ഞുകൊണ്ടുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് നേരത്തെ പ്ലാൻ ചെയ്തിരുന്നത്. ആ നിലയ്ക്കാണ് ആളുകൾ എത്തി ഇപ്പോൾ ഈ വില്ലേജ് ഓഫീസിന് മുന്നിൽ ഒരു ഉപരോധ സമരം സംഘടിപ്പിക്കുന്നത്. സ്ത്രീകളും കുട്ടികളും പ്രായമായവരും എല്ലാം തന്നെ ഈ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായി എത്തുന്നുണ്ട്. ഈ സഹായം ലഭ്യമാക്കുക എന്നുള്ളത് തന്നെയാണ് ദുരിതബാധിതരോടുള്ള സർക്കാരിന്റെ കടുത്ത അവഗണനയാണ് തുടരുന്നത്. അത് അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു പ്രതിഷേധം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഉദ്ഘാടന പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ വയനാട്ടില് ഉണ്ടായ ആൾനാശത്തേക്കാൾ കൂടുതലായി ആൾനാശം ഇവിടെ ഈ വെലങ്ങാട് ദേശത്തും ഉണ്ടാകേണ്ടതുണ്ട്. പക്ഷേ ജനങ്ങളുടെ പരസ്പര സ്നേഹവും സഹകരണവും മൂലം രാത്രി തന്നെ എല്ലാവരെയും മാറ്റുവാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. കൂടുതൽ സുരക്ഷിതമായിട്ടുള്ള മേഖലകളിലേക്ക് മാറുവാനായിട്ട് സാധിച്ചു. അതുകൊണ്ടുണ്ടായ ഒരു നന്മ എന്ന് പറയുന്നത് ഇവിടെ ആൾനാശം സംഭവിച്ചില്ല. പക്ഷെ അതേ സമയത്ത് ആൾനാശം സംഭവിച്ചില്ല എങ്കിൽ പോലും ഇവിടെ കൃഷിയിലെ വലിയ നാശങ്ങൾ, ഈ ഭൂമിയിലെ നാശങ്ങൾ സംഭവിച്ചെന്നുള്ളതാണ്. എന്നോട് ഈ അടുത്ത നാളിൽ ഒരു അമ്മച്ചി വളരെ വേദനയോടുകൂടി പറഞ്ഞ ഒരു കാര്യം ഇതാണ്. അവരുടെ പറമ്പിൽ അവർ കുറെ തേക്കുകൾ വെച്ച് പിടിപ്പിച്ചിരുന്നു. ആ തേക്കുകള് അവരെ സംബന്ധിച്ചോളം പറഞ്ഞാൽ വലിയൊരു സ്വപ്നമായിരുന്നു. അപ്പൊ അവർ ചിന്തിച്ചിരുന്നത് ഇതാണ്, വീട്ടിൽ വളർന്നു വരുന്ന മക്കള്, ഈ മക്കൾ വളർന്നു വരുന്നപ്പോഴത്തേക്ക് ഈ തേക്കുകളൊക്കെ നല്ല ഒത്തൊരു മരമായി, തേക്ക് മരമായിട്ട് മാറും. അവരുടെ പഠിപ്പിനായിട്ടോ അവരുടെ വിവാഹത്തിനായിട്ടോ അല്ലെങ്കിൽ ഒരു ഭവന നിർമ്മാണത്തിനായിട്ടോ ഈ തേക്കുകൾ മുറിച്ച് വിറ്റ് കഴിഞ്ഞാല് തങ്ങൾക്ക് വലിയ കഷ്ടപ്പാട് കൂടാണ്ട് സന്തോഷകരമായി ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നുള്ള ഒരു വലിയൊരു കോഴിക്കോട് ഉരുൾപൊട്ടലുണ്ടായ വിലങ്ങാട് പുനരധിവാസം വൈകുന്നതിൽ ഉള്ള പ്രതിഷേധമാണ് ദുരന്തബാധിതർ രേഖപ്പെടുത്തുന്നത്. നിഖിലാണ് വിവരങ്ങൾ നൽകിയത്.